ഇന്നത്തേത് ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഹണി ക്യാരറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുമി ചേച്ചിയാണ് ഒരുപാട് തവണ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു, റിയ സമയം കിട്ടുമ്പോൾ ഹണി ക്യാരറ്റ് കേക്ക് ഒന്ന് ചെയ്യാമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു ടൈം കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ഫുള്ളില്ല, 1 കപ്പിൻ്റെ 1/4 ഭാഗമുള്ളൂ കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ട് സിനമൺ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 3 പ്രാവശ്യം അരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഇതുപോലെ 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു എഗ്ഗിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. ഇതിലും ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഉപയോഗിക്കാം. ഈ എഗ്ഗിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടോ. അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറാണ്. ഞാനിവിടെ 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് കേട്ടോ, പൊടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ടാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 1/2 കപ്പ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ ബാറ്റർ നമ്മൾ ഒരുപാട് അങ്ങാട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഈ ഒരു ഭാഗം വന്നാൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലഫി ആയി കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോകും നമ്മുടെ കേക്ക്. അപ്പോൾ ഒത്തിരി സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അടുത്തൊരു മെയിനായിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹണിയാണ്. ഇത് ഞാനിവിടെ 1/4 കപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് നമ്മൾ ഷുഗർ എടുത്തതുകൊണ്ട് ഇതൊരു 1/4 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഷുഗറും ഹണിയും മാത്രമാണ് ആ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. വേറെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ഹണി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യരുത് കേട്ടോ. അതിലേക്ക് ഇതേപോലെ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതും ഒരിക്കലും ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനിയിപ്പോൾ മിക്സ് ആയി കഴിഞ്ഞ ബാറ്ററിലേക്ക് നമ്മളുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ബീറ്റർ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. സ്പാച്ചുല യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കാരമൽ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യുന്ന ടൈമിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2ാമത്തെ ബാച്ച് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ അടുത്ത ഐറ്റം ക്യാരറ്റാണ് കേട്ടോ. ഒരു 1/4 കപ്പ് അളവിൽ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് 1 കപ്പൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊരു 1/4 കപ്പ് അളവിലുള്ള ക്യാരറ്റാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നട്ട്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കാരമൽ കളറാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കാരമൽ സിറപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷുഗറിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്തണം. കാരമൽ സിറപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 കപ്പ് ഷുഗർ എടുത്ത സ്ഥലത്ത് നിങ്ങളൊരു 1/4 കപ്പ് ഷുഗർ എടുത്താൽ മതി. ബാക്കി 1/4 കപ്പ് നിങ്ങൾ കാരമൽ സിറപ്പ് യൂസ് ചെയ്യുക. കാരമൽ കളറാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഷുഗർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ദേ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ എന്തോരം അളവ് വരുന്നുണ്ടെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ദേ ബാറ്ററിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 587 ഗ്രാമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു വെയിറ്റിന് കുറച്ച് ഡിഫറൻസ് വരും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സാണ് ഞാൻ ടൈം കൊടുത്തേക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വെക്കേണ്ടി വരും. കാരണം ക്യാരറ്റ് കേക്കും പ്ലം കേക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ വരും. അപ്പോൾ ഞാൻ 10 മിനിറ്റും കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ 40 മിനിറ്റാണ് വേണ്ടി വന്നത്. നല്ല കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ബേക്കായ ടൈമിൽ കുറച്ച് സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. അത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ദേ ബേക്കായി കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് 537 ഗ്രാം. അപ്പോൾ നമുക്കൊരു 1/2 kg കേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു വെയിറ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കാരണം ഒരുപാടങ്ങ് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേക്ക് നന്നായിട്ട് പൊടിഞ്ഞാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എഗ്ഗ് ഓവറായിട്ട് ബീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.